വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നടന്ന 10ാം ക്ലാസ്സിലെ ഹിന്ദി ഓണപരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. പരീക്ഷയിൽ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. फर्स्ट क्वेश्चन, गिड़की लघु कथा का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें. ഗിടുക്കി എന്ന ലഘുകഥയിലെ ഈ ഭാഗം വായിച്ചിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നോക്കൂ. मेम ने पत्नी को इशारा किया तो उसने आंखें तैरकर मुझे चुप रहने का संकेत दिया. अच्छा, 5 पीस लूं तो कितने के दोगी? 200 रुपए पर पीस ले लेना दीदी. न, 100 रुपये पर पीस. दीदी, 100 तो बहुत कम है. कहते हुए उसका गला रुत गया और उसकी कजरारी आंखें भर आई. ഈ ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യുവതി ട്രെയിൻ മേം ക്യാ ബേച്ച് രഹി थी? യുവതി ട്രെയിനിൽ എന്താണ് വിറ്റുകൊണ്ടിരുന്നത്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മിഠായി, പാനി, ഷാള്, സാഡി. ഷാൾ എന്നാണ് അല്ലെ ആൻസർ വരുന്നത്. യുവതി ട്രെയിനിൽ ഷാളാണ് വിറ്റിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവതിക്ക് ആംഗേം ക്യോം ബർ ആയി? യുവതിയുടെ കണ്ണുകൾ എന്തിനാണ് നിറഞ്ഞത്? നമ്മുടെ ഭാര്യ, കഥയിലെ ഭാര്യ ഷാളിന് 100 രൂപ പറഞ്ഞു അല്ലെ. അപ്പൊ 100 രൂപക്ക് ഷാള് വിറ്റാൽ അവൾക്ക് ലാഭമൊന്നും ലഭിക്കില്ല. അതുകൊണ്ടാണ് അവളുടെ കണ്ണ് നിറഞ്ഞത്. അതിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. പത്നീനെ ഷാൾ കേലി 100 रुपये बताई. 100 रुपये में शाल बेचने पर उसे कोई लाभ नहीं होगा, इसलिए उसकी आंखें भर आई. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലഘു കഥാ കെ ഇസ് പ്രസംഗ കെ ആധാർ പർ പട് കഥാ കാ ദൃശ്യ ലിഖേ. നമ്മുടെ ഈ ഗിടുക്കി എന്ന ലഘുകഥയിലെ ഈ ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് ഒരു പടുകഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പടുകഥ നമ്മൾ പഠിപ്പിച്ചതാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഹൈക്കു की ये पंक्तियां पढ़ें, प्रश्न 4 और 5 के उत्तर लिखें. ഹൈക്കുയിലെ ഈ വരികൾ വായിച്ച് 4, 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇവിടെ ഒരു ഹൈക്കു തന്നിട്ടുണ്ട്. പിതാനെ ഡൂണ്ടി ലാട്ടിയ ബുട്ടാപ്പേക്ക് ദീക്തി നഹി. ഇത് നമ്മുടെ ഗോപാൽ ബാബു ശർമ്മയുടെ ഹൈക്കു ആണല്ലേ. ബുട്ടാപ്പേക്ക സമാനാർത്ഥി ശബ്ദ് കോൻസാ ഹെ? ബുട്ടാപ്പ എന്നതിന്റെ സെയിം മീനിങ് വരുന്ന വാക്ക് ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചൗവൻ, ശൈശവ്, വൃദ്ധാവസ്ഥ, പച്ചപ്പൻ. ഏതാണ്? ബുട്ടാപ്പ എന്ന് പറഞ്ഞ വാർദ്ധക്യാവസ്ഥയാണ് അല്ലെ, വൃദ്ധാവസ്ഥയാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇസ് ഹൈക്കു കാ സന്ദേശ് ക്യാ ഹെ? ഈ ഹൈക്കുവിന്റെ സന്ദേശം എന്താണ്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ആശയമായിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇത്രയും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 2 3 സെന്റൻസ് എഴുതിയാൽ മതി. നെക്സ്റ്റ്, रेन बसेरे में यात्रा वृत्त का यह अंश पढ़े, प्रश्न 6 और 7 के उत्तर लिखें. റെയിൻ ബസേരമേം എന്ന യാത്രാവൃത്തിലെ ഈ ഭാഗം വായിച്ചിട്ട് 6, 7 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നോക്കൂ. हमारी ओर मुड़कर छोटू से बोला, व्हाट इज योर नेम? छोटू ने सहमते हुए कहा, मुझे अंग्रेजी नहीं आती. मुझसे पूछा, तुम क्या करते हो? मेम ने कहा, मेम शिक्षक था, बच्चों का पढ़ाता था, अब रिटायर हो गया हूँ. मेरी आवाज स्थिर थी, लेकिन अंदर ही अंदर मेम डरा हुआ था. वह चुप रहा, मानो कहीं खो गया हो, മാനോ കുച്ച് യാദ് കർ രഹാ ഹോ. നമ്മുടെ യാത്രാ വിവരണത്തിൽ ഈ ഭാഗമാണ് തന്നിട്ടുള്ളത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ലേഖക് കെ ഡർ കെ ക്യാ ക്യാ കാരൺ ഹേ? ലേഖകന്റെ പേടിക്ക് എന്തെല്ലാമായിരുന്നു കാരണം? ലേഖകൻ എന്തിനെല്ലാമായിരുന്നു പേടിച്ചിരുന്നത്? എന്തിനായിരുന്നു? അവർ അറിയാത്തൊരു നാട്ടിലായിരുന്നു അല്ലേ. ആ സമയത്താണ് ഒരു ഭ്രാന്തനായ വ്യക്തി വന്ന് അവരെ പേടിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാം. അപ്പൊ അത് തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ് പ്രസംഗ के आधार पर लेखक और पागल आदमी के बीच की संभावित बातचीत लिखे. ഈ ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് ലേഖകനും ഭ്രാന്തനായ വ്യക്തിയും തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സംഭാഷണം എഴുതുക. ആ സംഭാഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുമല്ലോ അല്ലെ. അതല്ലെങ്കിൽ ഇസ് പ്രസംഗ के आधार पर छोटू और लेखक के बीच की बातचीत कल्पना करके लिखे. അതല്ലെങ്കിൽ ഈ ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് ചോട്ടും ലേഖകനും തമ്മിലുള്ള സംഭാഷണം സങ്കല്പിച്ചുകൊണ്ട് എഴുതുക. ഇവിടെ ഭ്രാന്തനായ വ്യക്തി പോയതിനു ശേഷം ലേഖകനും ചോട്ടും തമ്മിലുള്ള സംഭാഷണം നമ്മൾ പഠിച്ചിരുന്നു. അത് തന്നെ എഴുതിയാലും മതി. ആ സംഭാഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്
मेरी दुनिया के तमाम बच्चे कविता की ये पंक्तियां पढ़े और 8 से 10 तक के प्रश्नों के उत्तर लिखे. മേരി ദുനിയാക്കെ തമാം ബച്ചെ കവിതയിലെ ഈ വരികൾ വായിച്ച് 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നോക്കൂ. एक दिन तुम्हारे महफूज घरों से बच्चे बाहर निकल आएंगे और पेड़ों पे घोंसले बनाएंगे. उन्हें गिलहरियां काफी पसंद है. वो उनके साथ ही बड़ा होना चाहेंगे. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. നീച്ചെ ദിയെ പ്രസ്താവ് പഠയം ഔർ സഹി വികൽപ്പ് ചുൻകർ ലിഖേം. താഴെ തന്ന പ്രസ്താവനകൾ വായിച്ച് അതിൽ ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതണം. നോക്കൂ. ബच्चे अपने आसपास के सभी पेड़ काटना चाहते हैं. കുട്ടികൾ ചുറ്റുമുള്ള എല്ലാ മരങ്ങളും വെട്ടിമാറ്റാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ കവിതയിലൊന്നും പറയുന്നില്ല അല്ലെ. നെക്സ്റ്റ്. ബच्चे ഗിൽഹരിയാം കോ ബഹുത്ത് ചാഹ്തേ थे. കുട്ടികൾ അണ്ണാറക്കണ്ണന്മാരെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അത് ശരിയാണ് അല്ലെ. ബच्चे अपने സഹജീവിയോം കെ സാത്ത് ബഡാ ഹോനാ ചാഹ്തേ थे. കുട്ടികൾ അവരുടെ സഹജീവികൾക്കൊപ്പം വളരാൻ ആഗ്രഹിക്കുന്നു. അതും ശരിയാണ്. ബच्चे ഹമേഷ അപ്പനെ ഘരോം കെ അന്തർ ഹി രഹനാ ചാഹ്തേ ഹെ. കുട്ടികൾ എപ്പോഴും വീടിനുള്ളിൽ തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്നു. അത് തെറ്റാണ്. അപ്പൊ ഇവിടെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 3ഉം ശരി എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ. സമാൻ ആശയ് വാലി പംക്തിയാം ചുൻകർ ലിഖേം. ഇവിടെ തന്ന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതണം. നോക്കൂ. ദുനിയാക്കെ തമാം ബच्चे ഏക് ദിൻ തുമാരാ നിയന്ത്രൺ തോടുകർ ബാഹർ നികലേംഗെ. ഒരു ദിവസം ലോകത്തിലെ എല്ലാ കുട്ടികളും നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വരും. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ഇതാണ് ല്ലേ. ഏക് ദിൻ തുമാരെ മഹഫൂസ് ഘരോം സെ ബच्चे ബാഹർ നികൽ ആയെംഗെ. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. കവി ഔർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ് കാ ആശയ ലിഖേ. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തന്ന കവിതാഭാഗത്തിന്റെ ആശയം എഴുതുക. ആശയം എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ലേ. ആദ്യ പാരഗ്രാഫിൽ കവിയെയും കവിതയെയും പരിചയപ്പെടുത്തണം. എന്നിട്ട് ഇവിടെ തന്ന കവിതാഭാഗത്തിന്റെ ആശയം എഴുതണം. അഥവാ അല്ലെങ്കിൽ കവിതാക്ക് ഇൻ പംക്തിയോം കി വിശ്ലേഷണാത്മക ടിപ്പണിയിലേക്ക്. കവിതയിലെ ഈ വരികളുടെ വിശദമായ ടിപ്പണി എഴുതുക. ഇവിടെ തന്ന കവിതാഭാഗത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അപ്പൊ ആശയം ഇവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ്. रेन बसेरे में यात्रावृत्त का यह अंश पढ़े. प्रश्न 11 और 12 के उत्तर लिखे. റെയിൻ ബസേരമേം എന്ന യാത്രാ വിവരണത്തിൽ ഈ ഭാഗം വായിച്ച് 11, 12 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. 11ാമത്തെ ക്വസ്റ്റ്യൻ. കോഷ്ടക് ശബ്ദോം കി മദദ് സെ വാക്യ വിസ്താർ കരേം. ബ്രാക്കറ്റിൽ തന്ന വാക്കുകളുടെ സഹായത്താൽ വാക്യം വികസിപ്പിക്കുക. ബ്രാക്കറ്റില് ഗുരു ക പാഗൽ ബെഡ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ തന്ന സെന്റൻസ് ആദ്മീനെ സമ്മാൻ കിയ. അപ്പൊ ആൻസർ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ശരിയായ ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ. आपके स्कूल में 2026 सितंबर 5 को शिक्षक दिवस समारोह मनाया जा रहा है. इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ. നിങ്ങളുടെ സ്കൂളിൽ 2026 സെപ്റ്റംബർ 5-ന് അധ്യാപക ദിനം ആഘോഷിക്കുകയാണ്. അതിനായി ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുക. എങ്ങനെയാണ് പോസ്റ്റർ ഉണ്ടാക്കുന്നത്? ആദ്യം ഹെഡിങ് കൊടുക്കണം. പിന്നെ ദിവസവും സമയവും എവിടെ വെച്ചിട്ടാണ് എല്ലാം കൊടുക്കുക അല്ലെ. അപ്പൊ ആ പോസ്റ്റർ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്. വൈക്യാവ് കഹാനി കാ യഹ് അംശ് പഠേ. പ്രശ്ന 13 और 14 के उत्तर लिखे. വൈക്യാവ് എന്ന കഥയിലെ ഈ ഭാഗം വായിച്ച് 13, 14 ചോദ്യത്തിന് ഉത്തരം എഴുതണം. നോക്കൂ. आखिर कुछ दिनों अकुलाते पड़े रहने के बाद केशव उस डेरे से बाहर निकला. आसपास की दूसरी कॉलोनियों के उसने चक्कर लगाए. फिर एक कॉलोनी के पास लड़कों को क्रिकेट खेलना देखकर ठहर गया. वह दूर एक नीम के पेड़ के नीचे छाया में बैठ गया. ബാക്കി ലड़के निश्चिंत होकर क्रिकेट खेलते रहे. ഈ ഭാഗമാണ് തന്നിട്ടുള്ളത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. नीम के पेड़ के नीचे बैठकर കേശവനെ ക്യാ ക്യാ സോച്ചാ ഹോങ്ക. വേപ്പ് മരത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് കേശവൻ എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും. ആ കുട്ടികളുടെ ക്രിക്കറ്റ് കളി കേശവന് നന്നായി ഇഷ്ടപ്പെട്ടു ല്ലേ.
അതുപോലെ അവനും ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിച്ചു. അവൻ എന്നെ കളിക്കാൻ കൂട്ടിയെങ്കിൽ എന്നൊക്കെ അവൻ വിചാരിച്ചിട്ടുണ്ടാവൂലേ? അത് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇസ് പ്രസംഗ് കെ ആധാർ പർ കേശവ് की ഡയറി കൽപ്പന करके लिखे. ഈ ഭാഗത്തെ ആസ്പദമാക്കിയിട്ട് കേശവന്റെ ഡയറി സങ്കല്പിച്ചു കൊണ്ട് എഴുതുക. അപ്പൊ കേശവന്റെ ഡയറി നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡയറി എഴുതുമ്പോൾ ആദ്യം ഡയറിയുടെ ഫോർമാറ്റ് ഒക്കെ എഴുതുക. എന്താവും കേശവൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? കുറച്ചു ദിവസത്തോളം വീട്ടിൽ തന്നെ ഇരുന്ന ശേഷം ഇന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അടുത്തുള്ള കോളനികളിലൂടെ നടക്കുമ്പോൾ കുറച്ചു കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടു. ഞാൻ ഒരു വേപ്പ് മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് അവരുടെ കളി കാണാൻ തുടങ്ങി. എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും അവരുടെ കൂടെ കളിക്കാൻ ആഗ്രഹം തോന്നി. പക്ഷെ അവർ ഇന്ന് എന്നെ കളിക്കാൻ വിളിച്ചില്ല. ഇനി ദിവസവും അവിടെ പോയി അവരുടെ കളി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പക്ഷെ ഏതെങ്കിലും ദിവസം അവർ എന്നെയും കളിക്കാൻ വിളിച്ചേക്കാം. ഇതൊക്കെ പറഞ്ഞ് കേശവൻ എഴുതിയ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ അതല്ലെങ്കിൽ ഇസ് പ്രസംഗ് കാ വർണ്ണൻ കർത്തെ ഹുയെ ദാദാജി കെ നാം കേശവ് കാ പത്ര ലിഖേ. ഇവിടെ പറഞ്ഞ സംഭവങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ട് മുത്തശ്ശന്റെ പേരിൽ കേശവൻ ഒരു കത്ത് എഴുതുന്നു. ആ കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മുത്തശ്ശന് കേശവന് എഴുതുന്ന കത്താണ് ഇവിടെ എഴുതേണ്ടത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കത്തിലും എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് അനുസരിച്ച് എഴുതുക. കത്ത് എഴുതുമ്പോൾ കത്തിന്റെ ഫോർമാറ്റും അനുസരിച്ച് എഴുതുക. രണ്ടും എഴുതി കഴിഞ്ഞാൽ ബോക്സിലാക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. കത്തിന്റെ ഫോർമാറ്റ്, സ്ഥലവും തീയതിയും ഒക്കെ കൊടുത്തതിന് ശേഷം പൂജനീയ ദാദാജി, പ്രിയപ്പെട്ട മുത്തശ്ശ എന്ന റെസ്പെക്റ്റോട് കൂടി വിളിക്കാൻ കേട്ടോ. സാദർ പ്രണാം, സാദരം നമസ്കാരം, പ്രണാമം. ആദ്യ പാരഗ്രാഫിൽ അവിടെ മുത്തശ്ശന് സുഖമാണെന്ന് കരുതുന്നു, എനിക്കും ഇവിടെ സുഖമാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ വിവരങ്ങൾ എഴുതുക. നമ്മൾ ഡയറിയിൽ പറഞ്ഞ അതേ വിവരങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. അവൻ കളി കാണാൻ പോയതും അവർ കളിക്കാൻ കൂട്ടിയില്ല എന്ന് പറഞ്ഞതൊക്കെയാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ മുത്തശ്ശനോടൊപ്പം ചിലവഴിച്ച ദിവസങ്ങൾ എനിക്ക് ഒരുപാട് ഓർമ്മ വരുന്നു. ഗ്രാമത്തിൽ മുത്തശ്ശനോടൊപ്പം കഴിയുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞെഴുതാം. എന്ന് മുത്തശ്ശന്റെ കൊച്ചുമകൻ കേശവ്. ഇങ്ങനെയാണ് കത്ത് അവസാനിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ കഥ മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായാണ് ഇത് എഴുതേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നീച്ചെ ദിയെ ഗണ്ട് പടയും ഔർ 15 से 17 तक के प्रश्नों के उत्तर लिखिए. താഴെ തന്ന ഭാഗം വായിച്ച് 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ. कश्मीर धरती का स्वर्ग कहा जाता है. यहाँ के बर्फ वाले ऊंचे पहाड़ बहुत सुंदर है. श्रीनगर की डल झील और उसमें चलने वाली नावें बहुत मनमोहक है. यहाँ के हरे मैदान और पेड़ कश्मीर को और भी सुंदर बनाते हैं. കാശ്മീർ കെ സേബ് ദുനിയ ഭർ മേ മഷ്ഹൂർ ഹേ. ഇങ്ങനെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇസ് ഗണ്ട് കേലി ഉചിത ശീർഷക് ദേ. ഇവിടെ തന്ന ഈ ഗണ്ണികക്ക് ഉചിതമായ ഒരു തലക്കെട്ട് കൊടുക്കണം. ഇതിന് യോജിക്കുന്ന എന്ത് തലക്കെട്ടും നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ധർത്തി കാ സ്വർഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. 16ാമത്തെ ക്വസ്റ്റ്യൻ. 16ൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഉസ്മേം മേ നിഹിത് സർവനാം കോൻസാ ഹേ. ഉസ്മേം എന്നതിൽ അടങ്ങിയിട്ടുള്ള സർവനാമം ഏതാണ്? വഹ് പ്ലസ് മേം ആണ് ഉസ്മേം. അതുകൊണ്ട് ഇവിടെ സർവനാമം ഏതാണ്? വഹ് ആണ് അല്ലെ. സർവനാമം വഹ് എന്നാണ്. ഇസ് വാക്യ സെ വിശേഷൺ ശബ്ദ ചുൻകർ ലിഖേ. ഇവിടെ തന്ന സെന്റൻസിൽ വിശേഷണ പദം തെരഞ്ഞെടുത്ത് എഴുതുക. കാശ്മീർ മേ ഊഞ്ചേ പഹാഡ് ഹേ. കാശ്മീരിൽ ഉയർന്ന പർവ്വതങ്ങൾ ഉണ്ട്. ഇവിടെ ഏതാണ് വിശേഷൺ പദം വരുന്നത്? കാശ്മീർ എന്നത് നൗൺ ആണ്. പഹാഡ് എന്നതും നൗൺ ആണ്, സംജ്ഞയാണ് അല്ലെ. ഊഞ്ചേ എന്നതാണ് വിശേഷൻ, ഉയർന്ന പർവ്വതങ്ങൾ. അപ്പൊ ഉയർന്ന എന്ന ഊഞ്ചെ എന്ന വേർഡാണ് എന്ത്? വിശേഷണമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. കാശ്മീർ കിസ് കേലിയെ ബഹുത്ത് പ്രസിദ്ധ ഹേ. കാശ്മീർ എന്തിലാണ് ഫേമസ് ആയത്? സേബ് കേലിയെ, ആം കേലിയെ, കേലെ കേലിയെ, സന്തരെ കേലിയെ. ആ മുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സേബ് കേലിയെ എന്ന്. ഈസിയാണ് അല്ലെ ഈ ക്വസ്റ്റ്യൻ. കുട്ടികളെ, അപ്പൊ ഇത്രയാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്